ഗവർണറുടേത് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ന പദവി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞാണ്. അതായത് അദ്ദേഹം എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ഒരു വേദിയിൽ എങ്ങനെ ഇരിക്കണം, എന്തായിരിക്കണം സംസാരിക്കേണ്ടത്, അദ്ദേഹത്തോടൊപ്പം മറ്റുള്ളവരിക്കുമ്പോൾ എങ്ങനെ എത്ര മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുള്ള, അതിനപ്പുറത്തേക്ക് ഒരു അധികാരവും ഇല്ലാത്ത ഈ ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പടം എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതാണല്ലോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം പടം വെച്ചിരിക്കുന്നത് രാഷ്ട്രീയം കളിക്കാനാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. അതായത് അദ്ദേഹം ആ പടം കൊണ്ടുവച്ചത് തന്നെയും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും സർവകലാശാലക്ക് പ്രശ്നം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് അതിനോട് ആളുകൾ പ്രതികരിക്കും. ഇവിടെയുള്ള ആളുകൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും യുവജന സംഘടനകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അപ്പോൾ വരച്ചു വെച്ചതുപോലൊരു പ്ലാന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ അജണ്ട നാട്ടിലേക്ക് എറിഞ്ഞു തറപ്പിക്കാൻ വേണ്ടി ഗവർണർ ഉപയോഗിക്കുകയാണെന്ന് പ്രത്യേകിച്ച് അത് പറയുന്നതിനെന്തെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് കേരളത്തിന് വലിയ പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയം. നേരത്തെ പറഞ്ഞ പോലെ ഗോശാല ഉണ്ടാക്കുക. ഇപ്പോൾ അലഞ്ഞു തിരിയുന്ന സ്ഥലത്ത് ഗോശാല ഉണ്ടാക്കണമെങ്കിൽ ഭാരതപ്പുഴയുടെ നടുവിലാണ് ഉണ്ടാക്കുന്നത്. അവിടെയുള്ള ചില തുരുത്തുകളിൽ മാത്രമാണ് കേരളത്തിൽ അങ്ങനെ ഈ പശുക്കൾ അലഞ്ഞിരുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആളുകളുടെ പശുക്കൾ അലഞ്ഞു തിരിയാന്ന് വെച്ചാൽ